Good afternoon, everyone. Myself, Davis Tom, and joining me today here is myself, Ashik from Delhi. Today we'll be taking our first lesson for the subject legal issues in business. Today we'll be covering contracts, their basic nature, and the components making up a contract. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എന്താണ് കോൺട്രാക്ട്. ഈ കോൺട്രാക്ട് എങ്ങനെയാണ് ഒരു ഓഫർ നമ്മൾ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓഫർ പിന്നീട് അത് എന്തൊക്കെ ട്രാൻസ്ഫോർമേഷനിലൂടെയാണ് അത് കോൺട്രാക്റ്റായി മാറുന്നതെന്നാണ്. അപ്പം 3 മേജർ എലമെന്റ്സ് ആണ് ഒരു കോൺട്രാക്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് ആണ് ഓഫർ, പിന്നീട് ആ ഒരു ഓഫർ പ്രോമിസ് ആയി മാറുന്നു, പിന്നീട് പ്രോമിസ് എഗ്രിമെന്റ് ആയി മാറുന്നു. ഇത് ഓരോ സ്റ്റേജ് ലെവൽസ് ആയിട്ടാണ് പോകുന്നത്. അപ്പം ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടണമെങ്കിൽ 2 പാർട്ടീസ് ആവശ്യമാണ്. എ ബി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാനും ഡേവിസും ഞങ്ങൾ തമ്മിലൊരു എഗ്രിമെന്റ് ഏർപ്പെടുക എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ഡേവിസിന്റെ കയ്യിൽ ബുക്ക് എനിക്ക് വേണം, ഞാൻ പകരമായിട്ട് ഒരു പൈസ 20 രൂപ ഡേവിസിന് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. അതുപോലെ അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ ആശിക്ക് ആദ്യം ഇപ്പോൾ പറഞ്ഞ 20 രൂപ തരാം, ആ ബുക്ക് എനിക്ക് വേണമെന്ന് പറയുന്ന ഒരു പ്രപ്പോസലാണ്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ ആ പ്രപ്പോസൽ എന്തായി മാറും, ഒരു പ്രോമിസ് ആയിട്ട് മാറും. അതാണ് നമ്മുടെ സെക്കൻഡ് എലമെന്റ്. ഇനി അത് പറഞ്ഞ ടേംസ് 2 പാർട്ടിക്കാർക്ക് ഓക്കെ ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. 20 പറ്റില്ല 30 രൂപ, അപ്പോൾ ആശിക്ക് ഓക്കെ 30 ഞങ്ങളൊരു അഗ്രിമെന്റിലെത്തി, 2 പേരും കൺസെന്റ് ചെയ്യുന്നുണ്ട്. ഈ ബുക്കിന്റെ സെയിൽ നടത്താൻ ഞാനും വില്ലിംഗ് ആണ്, ഇത് മേടിച്ച് പൈസ ആശിക്കും വില്ലിംഗ് ആണ്. ഇവിടെ നമ്മളൊരു അഗ്രിമെന്റ് എത്തി. ഒരു കോൺട്രാക്റ്റിന്റെ അകത്ത് 2 മെയിൻ കമ്പോണൻസ് ആണ് അഗ്രിമെന്റും ലീഗലി എൻഫോഴ്സിബിൾ ആണോ അല്ലയോ എന്നുള്ളത്. അതിനകത്ത് ഒരു ഭാഗമാണ് ഇപ്പൊ ഓക്കെ ആയിരിക്കുന്നത്. സോ നമ്മൾ ഈ ഓഫറിന്റെ കേസ് തന്നെ ആദ്യത്തെ ഒരു ഓഫർ ആണ് പിന്നീട് പ്രോമിസ് ആവുന്നത്, അതാണ് എഗ്രിമെന്റ് ആവുന്നത്. എഗ്രിമെന്റ് ലീഗലി ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു കോൺട്രാക്റ്റ് ആയി മാറും. അപ്പം ഈ ഓഫറിന് നമ്മൾ പലരും ഈ ക്ലാസ് എടുത്തപ്പോൾ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്ന വേറെ വേർഡ് പ്രപ്പോസൽ എന്നായിരിക്കും. ഓഫറും പ്രപ്പോസലും രണ്ടും ഒരേ അർത്ഥം വരുന്ന വേർഡുകളാണ്. ഓഫർ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലോയിൽ പറയുന്നതും പ്രപ്പോസൽ എന്ന് പറയുന്നത് ഇന്ത്യൻ ലോയിൽ പറയുന്നതുമാണ്. അപ്പം ഒന്നെങ്കിൽ ഓഫർ ചൂസ് ചെയ്യാം അല്ലെങ്കിൽ പ്രപ്പോസൽ ചൂസ് ചെയ്യാം, രണ്ടും ഒരേ അർത്ഥം വരുന്നതാണ്. അതായത് ഓഫർ എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഒരാളോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നു, ഞാനിപ്പം നിങ്ങൾക്ക് അത് ചെയ്തു തരാം, പകരം എനിക്കിത് തരണം എന്ന് പറഞ്ഞ് നമ്മളൊരു കാര്യം ആവശ്യപ്പെടുന്നു. അയാൾ അത് അക്സെപ്റ്റ് ചെയ്ത ശേഷം മാത്രമാണ് അതൊരു പ്രോമിസ് ആയി മാറുന്നത്. ഓഫറിന് ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാവും, ആ അക്സെപ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രം അത് പ്രോമിസ് ആയി മാറും. പ്രോമിസ് 2 മ്യൂച്വൽ പ്രോമിസ്. ഞാനിപ്പോൾ ഡേവിസിനെ പൈസ കൊടുക്കാന്ന് പറഞ്ഞു, അത് ഞാൻ ഡേവിസിന് കൊടുക്കുന്ന പ്രോമിസ് ആണ്. ഡേവിസ് എനിക്ക് ബുക്ക് തിരിച്ചു തരാന്ന് പറഞ്ഞു, അത് ഞാൻ ആശിക്ക് കൊടുക്കുന്ന പ്രോമിസ് ആണ്. ഡേവിസിന് തിരിച്ചു തരുന്ന പ്രോമിസ്. അപ്പൊ 2 പാർട്ടികളും പ്രോമിസുകൾ പറഞ്ഞു. എന്റെ പ്രോമിസ് എന്ന് പറഞ്ഞാൽ ബുക്ക് കൊടുക്കുന്നു, ആശിക്കിന്റെ പ്രോമിസ് ബുക്ക് മേടിക്കാന്നുള്ളൂ പൈസക്ക് വേണ്ടി. ഇത് നമ്മൾ മണ്ടേ നോക്കുവാണെങ്കിൽ ഈ സാധനം മൊത്തത്തിൽ എൻകാപ്സുലേറ്റ് ചെയ്യുവാണെങ്കിൽ അപ്പോൾ നമ്മളൊരു അഗ്രിമെന്റ് എത്തി, നേരത്തെ പറഞ്ഞത് തന്നെ. ഇനി എന്തുകൊണ്ടാണ് കോൺട്രാക്ട് ആകുന്നത്, അല്ലെങ്കിൽ അഗ്രിമെന്റ് സ്റ്റേജിൽ തന്നെ എന്തുകൊണ്ട് വെച്ചുകൂടാതെ? ഇപ്പൊ എക്സാമ്പിളിന് ഈ ബുക്ക് ആശിക്കിന് ഞാൻ കൊടുത്തു, ആശിക്ക് എനിക്ക് പൈസ നൽകുക. അപ്പൊ അതൊരു കോൺട്രാക്ട് അല്ലെങ്കിൽ ലീഗലി എൻഫോഴ്സ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക മെഷേഴ്സ് അവിടെ ഇല്ലെങ്കിൽ എനിക്ക് തിരിച്ച് ആശിക്കെതിരെ കേസ് ഫയൽ ചെയ്യാനോ അല്ലെങ്കിൽ കൊടുത്ത ബുക്ക് എനിക്ക് തിരിച്ച് മേടിക്കാനോ വഴിയില്ല. ഇപ്പൊ ഇത് ബുക്കിന്റെ കേസ് ആയതുകൊണ്ട് ഓക്കെ കുഴപ്പമില്ല. അതേസമയം ഒരു വീടാണല്ലോ അല്ലെങ്കിൽ ഒരു വണ്ടിയാണല്ലോ അല്ലെ ഭയങ്കര മോണിറ്ററി ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ, ഈ ഒക്കെ ഒരു ടേംസ് വരുമ്പോൾ അല്ലെ സർവീസസിന്റെ കേസ് ആയിക്കോട്ടെ, വീട് പണിയുന്ന കേസ് ആയിക്കോട്ടെ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ കോൺട്രാക്റ്റുകൾ ഉണ്ടാക്കണം, എന്താണ് ഒരു കോൺട്രാക്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്, ഇതെല്ലാമാണ് നമ്മൾ ഈ സബ്ജക്റ്റിൽ പഠിക്കാൻ പോകുന്നത്. അതേപോലെ ഈ കോൺട്രാക്ട് കേസ് പറയുമ്പോൾ ബിസിനസ് ആയിട്ട് നമ്മൾ റിലേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഓരോ ദിവസവും ഓരോ ബിസിനസ് ഓർഗനൈസേഷനും ഇഷ്ടം പോലെ കോൺട്രാക്ട്സിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു എഗ്രിമെന്റ് മാത്രമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അതിനെ ബൈൻഡ് ചെയ്യാൻ ഒരു ലീഗൽ സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് ഇതിന്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ആ എഗ്രിമെന്റ് പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഡേവിസ് ഇപ്പൊ എനിക്ക് ആ ബുക്ക് തരുന്നില്ല. നമ്മൾ നേരത്തെ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണ്, ഞാൻ 20 രൂപ പേ ചെയ്തു, പക്ഷെ ഡേവിസ് എനിക്ക് ആ ബുക്ക് തിരിച്ചു തരുന്നില്ല. ഞങ്ങൾ തമ്മിലൊരു കോൺട്രാക്ട് ഇല്ല, എഗ്രിമെന്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഡേവിസിനെതിരെ ഒരു ഫൈനൽ ആക്ഷൻ എന്ന രീതിയിൽ കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല. കാരണം ആ ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഷിക് ടോം ബെന്നി എന്ന് പറഞ്ഞ ഇൻഡിവിജ്വൽ എനിക്ക് 20 രൂപ തന്ന രീതി മാത്രമായി പോകത്തേ ഉള്ളൂ. ഡേവിസിന് അത് പ്രൂവ് ചെയ്യാൻ പറ്റി, ഇതൊരു കോൺട്രാക്ട് അല്ല എഗ്രിമെന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡേവിസ് ആ കേസ് ചെയ്യും. ഇപ്പം മൊറാലിറ്റിയുടെ കേസ് നമ്മൾ എടുക്കുമ്പോൾ എന്റെ ഭാഗത്താണ് എത്തിക്സ് കാര്യങ്ങളൊക്കെ എങ്കിൽ പോലും നമുക്ക് ആ കേസ് വളച്ചൊടിക്കാൻ പറ്റും. അപ്പം അതിന്റെ ഒരു പ്രൂഫ് പോലെയാണ് ഈ ലീഗൽ ബൈൻഡിങ്സ് അവിടെ നിൽക്കുന്നത്. എഗ്രിമെന്റിനെ ലോ വെച്ച് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിക്കാണ് ലീഗൽ ബൈൻഡിങ്സ് നിൽക്കുന്നത്. അപ്പം 2 പേര് തമ്മിൽ ഒരു മ്യൂച്വൽ എഗ്രിമെന്റിൽ ഏർപ്പെട്ടു, ഞാനത് ചെയ്തു തരാം, എനിക്ക് പകരമായിട്ട് ഇത് കൺസിഡറേഷൻ ആയിട്ട് തരണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അത് കോൺട്രാക്ട് ആയില്ല, അതിന് ലീഗൽ ബൈൻഡിങ്സ് വേണം. ഇപ്പൊ അത് റിട്ടേൺ ആയിരിക്കാം അല്ലെങ്കിൽ വിറ്റ്നസ് ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും രീതി. നമ്മൾ കോൺട്രാക്ട് നോക്കുമ്പോൾ സാധാരണ റിട്ടേൺ പേപ്പറിന്റെ അകത്ത് സൈൻ ഇട്ട് മേടിക്കുന്നത് വിൽപ്പത്രം പോലത്തെ ഒരു സംഭവം കോൺട്രാക്ട് ആണ്, എഴുതി ഒപ്പിട്ടാൽ മാത്രമേ അത് കോൺട്രാക്ട് ആവുന്നുള്ളായിരുന്നു പൊതുവെ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. പക്ഷെ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ പല പല കോൺട്രാക്റ്റിൽ പറയാതെ വരെ എൻഗേജ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളൊരു ബസ്സിൽ കയറുക, ബസ്സിൽ നമ്മൾ കണ്ടക്ടർ പോയി സീറ്റിൽ നമ്മൾ കയറിയിരുന്നു, കണ്ടക്ടർ നമ്മളോട് ഒന്ന് ടിക്കറ്റ് ചോദിച്ച് നമ്മൾ പൈസ കൊടുത്തു.
ഇതൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ ആ ബസ്സിൽ കയറുമ്പോൾ തന്നെ അവിടെ ഒരു കോൺട്രാക്ട് ഉണ്ട്. ഓക്കെ, ഇന്ന വ്യക്തി ബസ്സിൽ കയറുവാണ്, ടിക്കറ്റിന്റെ പൈസ കൊടുക്കണം എന്നുള്ളത് എൻ്റെ പാസഞ്ചർ എന്ന നിലയിൽ എൻ്റെ ഒരു ഒബ്ലിഗേഷനും ആ ബസ്സിന്റെ എൻറ്റിറ്റി അവരുടെ ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് ഞാൻ എങ്ങോട്ടാണ് ടിക്കറ്റ് കൊടുക്കുന്നത് ആ ഡെസ്റ്റിനേഷൻ വരെ എന്നെ എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്തം. ഇതൊരു കോൺട്രാക്ട് ആണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ പൈസ കൊടുക്കുന്നില്ല, അല്ലെ കോൺട്രാക്ട് അവിടെ എഴുതുന്നില്ല. അതേസമയം ഞാൻ ടിക്കറ്റ് കൊടുത്തില്ല, എനിക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ പറ്റും. എന്നെ അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ട് അവർക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റും. അതാണ് റിട്ടേൺ അല്ലെങ്കിൽ പോലും കുറേ അഗ്രിമെന്റ്സ് ലീഗലി ബൈൻഡിങ് ഉണ്ട്. അപ്പം ഇന്ന് വരെ നോക്കിയതിന്റെ ഫൈനൽ സമ്മറി എന്ന് പറയുന്നത് കോൺട്രാക്ട് ഒരു ബിസിനസ് സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ടൂളാണ്. കാരണം കോൺട്രാക്ട് ഒരു രണ്ട് പേര് തമ്മിൽ ഏർപ്പെടുന്ന ഒരു എഗ്രിമെന്റിനെ ലീഗലി ബൈൻഡ് ചെയ്യുന്ന ഒരു വസ്തുവിനെയാണ് നമ്മൾ കോൺട്രാക്ട് എന്ന് പറയുന്നത്. അതിപ്പം സംസാരിച്ചെടുത്തൊരു തീരുമാനമായിരിക്കാം, അല്ലായിരിക്കാം, റിട്ടേൺ ആയിരിക്കാം, എങ്ങനെ എടുത്ത തീരുമാനമാണെങ്കിലും ഒരു എഗ്രിമെന്റിനെ കോൺട്രാക്ട് ആക്കണമെങ്കിൽ അതിലൊരു ലീഗൽ ബൈൻഡിങ് വേണം. അതോടൊപ്പം ഈ എലമെന്റ്സ് ഓഫർ പ്രോമിസ് ആവുന്നു, പ്രോമിസിൽ നിന്ന് വീണ്ടും എഗ്രിമെന്റ് ആവുന്നു, എഗ്രിമെന്റ് ലീഗൽ ബൈൻഡിങ് വഴി കോൺട്രാക്ട് ആവുന്നു. ഈ ഒരു സ്റ്റേജസ് വഴിയാണ് ഒരു കോൺട്രാക്ട് ഫോം ആവുന്നത്. ഇപ്പൊ നല്ല ചെറിയൊരു സൈഡുണ്ട്. ലീഗൽ ബൈൻഡിങ് എന്ന് പറയുമ്പോഴത്തേനും ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് അഗ്രിമെന്റ് ഒക്കെ ചെയ്യാൻ പറ്റൂ. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ 1000 രൂപ വരാം, എനിക്ക് ഇത്ര ഗ്രാം കഞ്ചാവ് വേണമെന്ന് പറയുന്നത് അതൊരിക്കലും ലീഗലി ബൈൻഡിങ് അല്ല. കാരണം കഞ്ചാവിന്റെ യൂസ് എന്താണ്, ലീഗലാണ്. അങ്ങനെ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് അഗ്രിമെന്റ് അതിൽ പറയാൻ പറ്റുള്ളൂ, എന്നാലേ അത് കോൺട്രാക്ട് ആവും. എഗ്രിമെന്റ് അതെങ്ങനെ ലീഗലി ബൈൻഡ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി 10 എസെൻഷ്യൽസ് മീറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മുടെ അടുത്ത് ചെയ്യുന്നത്.